Ground state of helium atom. The system accounts for the role played by the symmetry of the wave function of the ideal particles in a bounded system. ഒരു ബൗണ്ടഡ് സിസ്റ്റത്തിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ സിമെട്രി ഓഫ് ദി വേവ് ഫംഗ്ഷൻ ഓഫ് ദി ഐഡിയൽ പാർട്ടിക്കിൾ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ എക്സിസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എക്സാമ്പിൾ ഓഫ് ബൗണ്ടഡ് സിസ്റ്റം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബൗണ്ടഡ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളാണ് helium atom. In the case of helium atom, the system consists of 3 interacting point particles. ഹീലിയം ആറ്റത്തിൻ്റെ കേസിൽ നമുക്കറിയാം 3 ഇൻട്രാക്റ്റിംഗ് പോയിൻറ്റ് പാർട്ടിക്കിൾസ് ആണ്. ഏതൊക്കെയാണ്? 2 ഇലക്ട്രോൺസും ഒരു ന്യൂക്ലിയസും. ദ ഇൻട്രാക്ഷൻ അറൈസസ് ഡ്യൂ ടു കൂളംബ് അട്രാക്ഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഈ ഇൻട്രാക്ഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ദാറ്റ് ഈസ് ഡ്യൂ ടു കൂളംബ് അട്രാക്ഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ്. Let the charge on the nucleus be Ze and the charge on the electron is minus e. ന്യൂക്ലിയസിൻ്റെ ചാർജ് Ze ആയിട്ടും ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ഇ ആയിട്ടും എടുക്കുകയാണ്. ദിസ് ഈസ് ദ സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഹീലിയം ആറ്റം. നമുക്കറിയാം ഹീലിയത്തിന് 2 ഇലക്ട്രോൺസും ഒരു ന്യൂക്ലിയസും ഉണ്ട്. ആ 2 ഇലക്ട്രോൺസാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസാണ്. ഈ ഫസ്റ്റ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് R1ഉം സെക്കൻഡ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് R2ഉം ആയിട്ട് എടുക്കുകയാണ്. ഈ ഡിസ്റ്റൻസ് എന്താണ്? ഈ 2 ഇലക്ട്രോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? R1 മൈനസ് R2 ദാറ്റ് ഈസ് ഈക്വൽ ടു R12. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയനെ കുറിച്ചിട്ടാണ്. ഈ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ 3 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ദ ഹാമിൽട്ടോണിയൻ ഓഫ് ദി സിസ്റ്റം ഈസ് H is equal to minus H cross square by 2m into delta 1 square minus Ze square divided by R1 minus H cross square by 2m delta 2 square minus Ze square divided by R2 plus E square divided by R1 minus R2. ഇത് നമ്മൾ 3 പാർട്ടാക്കിയിട്ടാണ് പറയുന്നത് പറഞ്ഞു. ആദ്യത്തെ പാർട്ട് ഫസ്റ്റ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലമുള്ളത്. സെക്കൻഡ് പാർട്ട് സെക്കൻഡ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ളത് ഇൻട്രാക്ഷൻ മൂലം ഉണ്ടാകുന്നത്. തേർഡ് പാർട്ട് എന്താണ്? 2 ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലമുള്ളത്. നമ്മൾ പറഞ്ഞു ഹാമിൽട്ടോണിയൻ 3 പാർട്ടുകളാണുള്ളത്. അപ്പോൾ minus Ze square divided by R1 is the potential energy due to interaction between first electron and nucleus. ഫസ്റ്റ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലമാണ് മൈനസ് Ze സ്ക്വയർ R1 എന്നുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത്. മൈനസ് Ze square divided by R2 is the potential energy due to interaction between second electron and nucleus. സെക്കൻഡ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലമാണ് മൈനസ് Ze square divided by R2 എന്നുള്ള പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത്. E square divided by more R1 minus R2 is the potential energy due to the interaction between 2 electrons. 2 ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ മൂലമാണ് ഈ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള 3 പാർട്ടുകളാണ് നമ്മൾ ഹാമിൽട്ടോണിയനുള്ളത്. ആൾ ഇൻ ദി അബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പ്രസൻസ് ഓഫ് അതേഴ്സ്. ഇതെല്ലാം തന്നെ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അബ്സെൻസിലുമാണ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പ്രസൻസ് ഓഫ് അതേഴ്സുമാണ്. ഇനി നമ്മൾ ആ ഹാമിൽട്ടോണിയൻ 3 പാർട്ടിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതുകയാണ്. അപ്പോൾ H01 is equal to minus H cut square by 2m delta 1 square minus Ze square by R1 എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. H02 എന്താണ് സെക്കൻഡ് പാർട്ട്? മൈനസ് H cut square by 2m delta 2 square minus Ze square divided by R2 അതാണ് സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ട് H1 is equal to E square divided by more R1 minus R2. R1 minus R2 എന്താണ്? R12 ആണ്. അത് നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു E square divided by R12. അപ്പോൾ ടോട്ടൽ ഹാമിൽട്ടോണിയൻ H എന്താണ്? H is equal to H01 plus H02 plus H1. ഇനി നമ്മൾ H01 plus H02ന് നമ്മൾ H0 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ H എന്ത് കിട്ടും? H is equal to H0 plus H1.
and the expectation of the total Hamiltonian എന്താണ്? That is equal to expectation H0 plus expectation H1. The atom have 2 electrons. നമുക്കറിയാം ഹീലിയം ആറ്റമാണ്, 2 ഇലക്ട്രോൺസ് ആണുള്ളത്. The electrons are fermions. ഇലക്ട്രോൺസ് ഫെർമിയോൺസ് ആണ്. And hence its total wave function is antisymmetric ആണ്. Total wave function antisymmetric ആണ്. Spin of electron is 1/2. സ്പിൻ എന്താണ്? 1/2 ആണ്. So the total spin of the atom is 0 or 1. ആറ്റത്തിൻ്റെ ടോട്ടൽ സ്പിൻ എന്തായിരിക്കും? ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. സ്പിൻ 1 സ്റ്റേറ്റ് ഈസ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ്. സ്പിൻ 1 സ്റ്റേറ്റ് എന്താണ്? ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആണ്. സ്പിൻ 0 സ്റ്റേറ്റ് എന്താണ്? സിംഗ്ലറ്റ് സ്റ്റേറ്റ് ആണ്. ട്രിപ്ലറ്റ് സ്റ്റേറ്റിന് ഒരു സിമ്മട്രിക് വേവ് ഫംഗ്ഷൻ ആണ്. പിന്നെ സിംഗ്ലറ്റ് സ്റ്റേറ്റിന് ഒരു ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷനാണ് ഉള്ളത്. Let the triplet states be denoted as triplet state നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Chi-13, Chi-03, Chi-13 and the singlet state as Chi-01. Then the permitted wave functions of electron are എന്തൊക്കെയാണ്? Psi s Chi-01 അതെന്താണ്? സിമെട്രിക് സ്പേസ് പാർട്ട് ആൻഡ് ആൻറ്റി സിമെട്രിക് സ്പിൻ പാർട്ട്. സിമെട്രിക് സ്പേസ് പാർട്ടും ആൻറ്റി സിമെട്രിക് സ്പിൻ പാർട്ടുമാണ് ഇത് പറയുന്നത്. ഇനി എന്താണ്? ട്രിപ്ലറ്റ് കോമ്പിനേഷൻസ് ആണ്. Psi a Chi-13, Psi a Chi-03, Psi a Chi-13. ഇതെന്താണ്? ആൻറ്റി സിമെട്രിക് സ്പേസ് പാർട്ട് ആൻഡ് സിമെട്രിക് സ്പിൻ പാർട്ട്. ആൻറ്റി സിമെട്രിക് സ്പേസ് പാർട്ടും സിമെട്രിക് സ്പിൻ പാർട്ടുമാണ് ഉള്ളത്. If phi alpha 1 and phi beta 2 are the single particle space wave functions of electrons, phi alpha 1ഉം phi beta 1ഉം എന്താണ്? ഇലക്ട്രോൺസിൻ്റെ സിംഗിൾ പാർട്ടിക്കിൾ സ്പേസ് വേവ് ഫങ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ psi s ഉം psi a നമുക്ക് എങ്ങനെ എഴുതാം? Psi s of 1 2 is equal to 1/√2 into phi alpha 1 phi beta 2 plus phi alpha 2 phi beta 1. ഈ psi a നമുക്ക് എങ്ങനെ എഴുതാം? Psi a 1 2 is equal to 1/√2 phi alpha 1 phi beta 2 minus phi alpha 2 phi beta 1 എന്നുള്ള നമുക്ക് എഴുതാം. ഇതിൽ psi s എന്താണ്? ഈ രണ്ട് phi ആൽഫയുടെയും phi ബീറ്റയുടെയും അഡീഷനാണ്. പിന്നെ psi a എന്താണ്? ഈ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. ടു കാൽക്കുലേറ്റ് എക്സ്പെക്റ്റേഷൻ എച്ച് നമ്മൾ കാണാൻ പോകുന്നത് ഹാമിൽട്ടോണിയൻ ആണ്. ഫോർ സിംഗ്ലറ്റ് സ്റ്റേറ്റ് എക്സ്പെക്റ്റേഷൻ H1 is equal to E1s is equal to psi s Chi-01 H1 psi s Chi-01. ഇതെന്താണ്? സിമെട്രിക് സ്പേസ് പാർട്ടും ആൻറ്റി സിമെട്രിക് സിംഗ്ലറ്റ് സ്പിൻ പാർട്ടുമാണ് ഇത് രണ്ടും. Since H1 has no spin dependence, therefore E1s is equal to psi s H1 psi s Chi-01 Chi-01. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പിൻ പാർട്ടും സ്പേസ് പാർട്ടും വെവ്വേറെ ആക്കിയിട്ട് എഴുതാണ്. ഇതെന്താണ്? സ്പിൻ പാർട്ടാണ്. ഈ സ്പിൻ പാർട്ടിൻ്റെ വാല്യൂ എന്താകും? 1 ആകും. അതെങ്ങനെയാണ്? സ്കാലാർ പ്രോഡക്റ്റ് ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? psi s H1 psi s അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി psi sൻ്റെ വാല്യൂ നമുക്കറിയാം, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 phi alpha 1 phi beta 2 plus phi alpha 2 phi beta 1 H1 phi alpha 1 phi beta 2 plus phi alpha 2 phi beta 1. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് എഴുതാണ്. അപ്പോൾ ഇതിന് ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്താണ് 4 സെപ്പറേറ്റ് കോമ്പിനേഷൻസ് കിട്ടും. ഈച്ച് ടേമും സെപ്പറേറ്റ് ചെയ്ത് എഴുതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു phi alpha 1 phi beta 2 H1 phi alpha 1 phi beta 2 plus phi alpha 1 phi beta 2 H1 phi alpha 2 phi beta 1 plus phi alpha 2 phi beta 1 H1 phi alpha 1 phi beta 2 plus phi alpha 2 phi beta 1
H1 5 alpha 2 5 beta 1. ഇത് നമ്മളെങ്ങനെയാണ് നമുക്ക് ഇതിലെ ഓരോ ടേമും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതാണ്. അങ്ങനെയാണ് ഈ 4 കോമ്പിനേഷൻസ് നമുക്ക് കിട്ടുക. ഇനി നമുക്കറിയാം എന്താണ് HP = pH. അപ്പോൾ അതിനെ നമ്മൾ പി ഡാഗർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താകും? പി ഡാഗർ HP = പി ഡാഗർ pH. പി ഡാഗർ P എന്താണ്? പി ഡാഗർ P = 1. Therefore നമുക്ക് we get പി ഡാഗർ HP = H എന്ന് കിട്ടും. സോ എന്താണ് ഇതിൽ ഈ 4 കോമ്പിനേഷൻസിൽ എന്താണ് 5 alpha 1 5 beta 2 H1 5 alpha 2 5 beta 1 is equal to 5 alpha 2 5 beta 1 H1 5 alpha 1 5 beta 2 രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ E1S എന്തായിട്ട് ചുരുങ്ങും? E1S നമുക്ക് 2 ടേംസ് ആക്കിയിട്ട് ചുരുങ്ങും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. അതെങ്ങനെയാണ്? E1S = 1/2 into 2 into 5 alpha 1 5 beta 2 H1 5 alpha 1 5 beta 2 plus 2 into 5 alpha 1 5 beta 2 H1 5 alpha 2 5 beta 1 എന്ന് കിട്ടും E1S. നമുക്ക് E1S എങ്ങനെ ആക്കിയിട്ട് എഴുതാം? നമ്മൾ J alpha beta K alpha beta എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. J alpha beta എന്താണ്? 5 alpha 1 5 beta 2 H1 5 alpha 1 5 beta 2 എന്നുള്ളത് J alpha beta ആണ്. ഇനി K alpha beta = 5 alpha 1 5 beta 2 H1 5 alpha 2 5 beta 1. അപ്പോൾ നമുക്ക് E1S എന്ത് കിട്ടും? J alpha beta plus K alpha beta എന്നാണ് നമ്മൾ E1S. H1 has no spin dependence and hence spin triplet state is threefold degenerate. ഇപ്പോൾ നമ്മൾ സിംഗിൾ സ്റ്റേറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി ട്രിപ്ലെറ്റ് സ്റ്റേറ്റിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ H1 = E1T = psi A chi1 3 H1 psi A chi1 3. നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ സ്പേസ് പാർട്ടിനെ എന്താണ് സ്പിൻ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? psi A H1 psi A എന്താണ്? ആൻറ്റി സിമെട്രിക് സ്പേസ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ സൈയുടെ വാല്യൂ നമുക്കറിയാം. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 into 5 alpha 1 5 beta 2 minus 5 alpha 2 5 beta 1 H1 5 alpha 1 5 beta 2 minus 5 alpha 2 5 beta 1. മുമ്പ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈച്ച് ടേമും സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെയും 4 ടേംസ് കിട്ടും. അതേതൊക്കെയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 into 5 alpha 1 5 beta 2 H1 5 alpha 1 5 beta 2 minus 5 alpha 1 5 beta 2 H1 5 alpha 2 5 beta 1 minus 5 alpha 2 5 beta 1 H1 5 alpha 1 5 beta 2 plus 5 alpha 2 5 beta 1 H1 5 alpha 2 5 beta 1. ഇതിൽ ഈ ടേമും ഈക്വൽ ആണ്. അപ്പോൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്കിതിനെ 2 ടേംസ് ആക്കിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതെങ്ങനെയാണ്? E1T = 1/2 into 2 into 5 alpha 1 5 beta 2 H1 5 alpha 1 5 beta 2 minus 2 into 5 alpha 1 5 beta 2 H1 5 alpha 2 5 beta 1. E1T നമുക്ക് എന്താണ് ഇപ്പോൾ കിട്ടുക? E1T = J alpha beta minus K alpha beta. J alpha beta K alpha beta എന്താണെന്ന് മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. H1 is positive definite and thus J alpha beta and K alpha beta are positive. H1 ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് ആയതുകൊണ്ട് തന്നെ J alpha ബീറ്റയും K alpha ബീറ്റയും പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് E1T less than E1S. E1S
E1T വലുതാണ്. ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം ആറ്റം 5 alpha is equal to 5 beta is equal to psi 100. Then alpha is equal to beta is equal to 1 and psi a is equal to 0. So in this case, triplet case നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ E1T is equal to 0 and expectation H1 is equal to E1S. ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹീലിയം ആറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ E1S എന്താണ്? E1S is equal to 5/4 E² divided by A0. നമ്മൾ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 33.99 ഇലക്ട്രോൺ വോൾട്ട്. ടു കാൽക്കുലേറ്റ് എക്സ്പെക്റ്റേഷൻ H0 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അതെന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -h²/2m Δ1² -z E² / R1 -h²/2m Δ2² - z E² / R2. That is equal to expectation H01, H0 plus H02. For hydrogen ആറ്റത്തിൻ്റെ കേസിൽ H0 എന്താണ്? H0 is equal to -h²/2m Δ2 - z E² / R. And hydrogen atom in ground state is equal to -z² E² / 2a0. z എന്താണ്? 1 ആയതുകൊണ്ട് അപ്പോൾ എങ്ങനെ കിട്ടും? That is equal to -E² / 2a0. That is equal to -13.6 electron volt. This is average of H01 in helium. അപ്പോൾ എക്സ്പെക്റ്റേഷൻ H0 എന്താണ്? 2 × -z² E² / 2a0. ഹീലിയത്തിൻ്റെ കേസ് ആയതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 E² / A0. ദാറ്റ് ഈസ് ഈക്വൽ ടു -108.8 ഇലക്ട്രോൺ വോൾട്ട്. അതാണ് നമുക്ക് കിട്ടുക. ദെൻ ദി ടോട്ടൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹീലിയം ആറ്റം ഈസ് എക്സ്പെക്റ്റേഷൻ H is equal to expectation H0 plus H1 plus expectation H1. വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു -74.77 ഇലക്ട്രോൺ വോൾട്ട്. ആൻഡ് ദിസ് എഗ്രീസ് വിത്ത് ദി എക്സ്പെരിമെൻ്റൽ വാല്യൂ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഈ വാല്യൂ ആണത്. എക്സ്പെരിമെൻ്റ് വാല്യൂ എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ കാൽക്കുലേഷൻസൊക്കെ കറക്റ്റാണ്.